പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനയുടെ അടയാളമല്ലാതെ മറ്റാരുടെയും അടയാളം നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനയുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് യേശു ദൈവപുത്രനാണ് എന്നുള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനും യേശുവിൽ ആശ്രയിക്കുന്നതിനും യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനും വേണ്ടി തന്നെയാണ്. കാരണം യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, യേശു പറഞ്ഞത് ചെയ്യുന്നവൻ പിതാവ് പറഞ്ഞത് ചെയ്യുന്നു. അങ്ങനെ യേശുവിലൂടെ നമ്മൾക്ക് പിതാവായ ദൈവത്തിനെയും സ്നേഹിക്കാം, മാനസാന്തരപ്പെട്ട് ജീവിക്കാം. ദൈവം എത്രയോ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയൊന്നും ഗവനിക്കാതെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം. സഹനത്തിലും ദൈവത്തെ ദർശിക്കുവാനായിട്ടുള്ള കൃപകൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.